ഒരു 2045 നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഈ ഡിജിറ്റൽ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ നല്ലൊരു, പക്ഷെ ഇതൊരു കോമഡിയുമാണ്. ഡിജിറ്റലൈസ്ഡ് കുറച്ചുകൂടി ഒരു ഇതൊക്കെ തരുന്നൊരു മൂവിയാണ്. പിന്നെ കുറച്ച് കോമഡി ഉണ്ട്, അങ്ങനെയുള്ള കുറേ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു നൈസ് മൂവിയാണ്. നല്ല പെർഫോമൻസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മയ്ക്കൊക്കെ ഒന്നും മനസ്സിലായില്ല. അമ്മ സെക്കിലെന്ത് തേങ്ങയാണ് കണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ വേൾഡിട്ട് കൊണ്ടുപോകുന്ന അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്കറിയാലോ, ഇത് മലയാളം സിനിമയാണ്, നമ്മൾ മറക്കരുത്. വളരെ ഡിഫറെന്റ് ആയ ബഡ്ജറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ്. അതിൽ നമ്മളെ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. 2046 ഒരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ലോകമായിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം നിങ്ങൾ ബ്ലാക്ക് മിറർ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില സമയത്ത് നമുക്ക് കാണാം ഒരു ഫ്യൂച്ചറിൽ ടെക്നോളജി എവിടെ എത്തുന്നോ എന്നതിനെ കുറിച്ചൊരു സംഭവമുണ്ട്. അതിൻ്റെ കുറേ റെഫറൻസസ് ഇതിനകത്തുണ്ട്. സോ അതും പക്ഷെ വളരെ കോമിക്കലി, തമാശയിലൂടെ, സ്പൂഫിലൂടെ, സാറ്റയറിലൂടെ സമകാലിക പ്രശ്നങ്ങൾ ആ സമയത്ത് എത്തുമ്പം എത്രയധികം നമ്മളുടെ ഡിപ്പെൻഡൻസ് ആണ്. വേറെ കുറെ കഥ ഓൾ മിക്സ്ഡ്. ഇറ്റ്സ് ഭ്രാന്തനായ ചിത്രമാണ്. ഇറ്റ്സ് എ മാഡ് ഫിലിം. ഐ തിങ്ക് ഗംഭീര പടമാണ്. ലൈക്ക് ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരു ഡയറക്ടറിൻ്റെ അത്രയും എഫോർട്ട്, ഈച്ച് ആൻഡ് എവറി സീൻ ഓരോരുത്തർക്ക് കണക്റ്റ് ആയി എന്നുള്ളതാണ്. അത് ഹ്യൂമർ ആണെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്തു. മലയാള സിനിമ ഭയങ്കരമായിട്ട് ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോഴെന്നല്ല, കുറച്ച് കാലമായിട്ട് അപ്ഡേറ്റഡ് ആണെന്നാണ് എൻ്റെ ഇതിൽ. മലയാള സിനിമയിൽ നിന്നുള്ള അടുത്തൊരു പൊന്തോലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കൃഷാന്തിൻ്റെ ഇതുവരെ ഡയറക്റ്റ് ചെയ്ത മൂവീസ് നോക്കുകയാണെങ്കിലും ഇത് വേറൊരു ലെവൽ ഓഫ് മൂവി. കാണുക, ആസ്വദിക്കുക. എൻ്റെ നാട്ടുകാരൻ അജിത് വിനായക, അതിങ്ങനെയുള്ള സിനിമകളൊക്കെ ചിലപ്പോൾ ഒരു നിർമ്മാതാവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ആ സംവിധായകൻ കൃഷാന്തിലുള്ള വിശ്വാസം, ആ ക്രൂവിലുള്ള വിശ്വാസം, അത് അതിമനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് വരികയും അത് പെർഫോമൻസിലൂടെ രജിഷ ആയാലും നിരഞ്ജനായാലും, നിരഞ്ജൻ ഇപ്പം എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പോൾ അന്ന് ആ പടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിരഞ്ജൻ്റെ പെർഫോമൻസ് ഒരുപാട് മാറി. അഭിനയിച്ച ഓരോരുത്തരും മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് മനോഹരമായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലുപരി ഞാൻ പറഞ്ഞല്ലോ, ഒരു തോട്ട്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, മസ്തിഷ്ക മരണമല്ല സംഭവിച്ചിരിക്കുന്നത്. സംവിധായകൻ്റെ മസ്തിഷ്കം കൂടുതൽ ഉണർന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായി